ഈ കാശ് കൊടുത്ത് കടിക്കണ പട്ടിന് വാങ്ങുമെന്ന് പറയാറില്ലേ? ഈ പടം കണ്ടുള്ള അവസ്ഥ അതാണ്. അതിൽ അങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്യണതല്ല. ചില പടങ്ങൾ ഒന്നും പറയാൻ സമ്മതിപ്പിക്കില്ല, അതുകൊണ്ടാണ്. അത് വേണമെന്ന് വെച്ചാൽ ഡ്യൂറേഷൻ ഞാൻ നോക്കിയതല്ല, ചെയ്തു വന്നപ്പോൾ അത്ര ഡ്യൂറേഷൻ ഉണ്ട്. പിന്നെ അതൊരു ടെംപ്ലേറ്റ് ആയി, 10 സെക്കൻഡ് 15 സെക്കൻഡ് എന്നുള്ളത്. വീഡിയോയുടെ ടൈറ്റിൽ തന്നെ അലക്ക് മഹാരാജ് എന്നാണ്. കിട്ടിയ അലക്ക് എനിക്കാണെന്ന് മാത്രം. താക്കു ഞാൻ ഈ പറഞ്ഞ പോലെ ഓൾറെഡി ബാലയ പടങ്ങൾ ഇങ്ങനെ കണ്ട് ശീലിച്ചിട്ട് ആ ചങ്ങേനെ കണ്ട അതാണ് രജിസ്റ്റർ ആവുക. കരിങ്കല്ലിലിട്ട് ഊരിപ്പിഴിഞ്ഞ് അലക്കണ പോലെ ചന്തയെ അലക്കുകലാക്കി കുണ്ടിക്കടിച്ച് പൊളിക്കും. അത് കണ്ടപ്പോൾ തുണി അലക്കണ പോലെ ഊരിപ്പിഴിഞ്ഞ് നല്ല കല്ലിലിട്ട് നല്ല അലക്ക്. ഇതിനു മുമ്പുള്ള പടങ്ങൾ വെച്ച് കണ്ട ആൾക്ക് ഇതൊന്നല്ല, ഇതിൻ്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നുള്ള, കാരണം അത്രയുണ്ട്. എന്നിട്ട് ആൾക്ക് കൊണ്ട് ഈ സാധനം കൊടുത്ത് നമ്മൾ പ്രാഞ്ചാട്ടിന് കൊടുത്ത പോലെ അതന്നെ സാധനം അത്രേ ഉള്ളൂ. ഇപ്പൊ പിന്നെ പുഷ്പ 1 ഇഷ്ടമായിട്ടാണ് ഞാൻ പുഷ്പ 2 കാണുന്നത്. ഈ 1 പോലും ഇഷ്ടമല്ലാത്തൊരു 2 കാണുന്നത്. ആ പടത്തിന് മീറ്റർ അതാണ് പടത്തിന്റെ. ഞാൻ ഈ പടത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണത്. അപ്പൊ ഞാൻ ഈ ആറാട്ട് ചെയ്തു. ഈ മോഹൻലാൽ ഫാൻസുകാരനെ പൊട്ടിയ പടമാണ് ആറാട്ട്. കാരണം ആശീർവാദ് സിനിമാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എടുത്തു പറയുന്നില്ല, ഇവരെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാൻസ് ഷോ കാരണം പടം പൊട്ടിയെന്നാണ്. അത് കാരണം ആ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് കുറെ കാലത്ത് പിന്നെ ഫാൻ ഷോ ഉണ്ടായിരുന്നു. എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത പടമാണ്, എനിക്കും ഇഷ്ടമായ പടമാണ്. എനിക്ക് പേഴ്സണലി പറ്റാത്ത പടങ്ങൾ മാത്രമേ. ഈ ശങ്കറിന്റെ ഗ്രാഫ് ഒരു ജെ കർവ് എടുക്കുന്നതിനെ പറ്റി എന്താ? ആ ചങ്ങായി പോയി, കാരണം എന്താ പറഞ്ഞത്? ആ ചങ്ങായി പോയി. ഇത് ഈ 60-80 വയസ്സ്, 100 120 എത്ര വയസ്സ്, 120 വയസ്സുള്ള പ്രായമല്ലേ, സൂപ്പർമാൻ പോലെയാണെന്നല്ലേ പറയുന്നത്. അയ്യോ, 120 വയസ്സുള്ള താത്തനെ കൊണ്ട് ഇങ്ങനെ കാണിച്ചു വെക്കും. ആൾ ഇനി മരിച്ചിട്ടില്ലേ? ഇനിയുണ്ട്, ചിലപ്പോൾ ഇന്ത്യൻ 3-4-5 ഒക്കെ എടുക്കണ്ട അവതാറിന് മുമ്പ്. ഓക്കെ, ഓ സോറി, ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. ഈ ഫിലിമിൽ തന്നെയുള്ള ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എനിക്ക് വലിയ പെടുത്തില്ല. ശരിക്കും അതെന്താ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ നോക്കാറുമില്ല, ശ്രദ്ധിക്കാറുമില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. റീലോഡ് മീഡിയ, റീലോഡ് റോസ്റ്റ് എന്നീ യൂട്യൂബ് ചാനലുകൾ റൺ ചെയ്യുന്ന എബിനാണ് ജോയിൻ ചെയ്യുന്നത്. എബിൻ CJ, നമസ്കാരം. ആദ്യമായിട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നതെന്ന് മനസ്സിലായി. അറിയുമെന്ന് അറിയില്ല, ഇപ്പോൾ ഒരു സിനിമയൊക്കെ റിലീസാവുന്ന സമയത്ത് നമുക്കൊക്കെ സിനിമാ സംബന്ധികളായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ എബിൻ്റെ റീലോഡ് മീഡിയയിൽ തരുന്ന റിവ്യൂവിൻ്റെ ദൈർഘ്യം അനുസരിച്ചിട്ടാണ് ആ സിനിമ നമ്മളെങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സംഗതി മനസ്സിലായല്ലോ. ഇപ്പോൾ ഒരു മോശം സിനിമയ്ക്ക് 15 സെക്കൻഡ് സമയം കൊടുത്താൽ മതി. അതായത് ഇപ്പോൾ ഒരു മോശം സിനിമ ഇറങ്ങുകയാണെങ്കിൽ 15 സെക്കൻഡ് വന്നിട്ട് എബിൻ പറയും നിങ്ങളുടെ 3 മണിക്കൂർ സമയം കളയാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സിനിമ കാണാൻ പറഞ്ഞിട്ട് പോവാണ്. ആ ഐഡിയ എങ്ങനെയാ ക്രാക്ക് ആവണം? അത് വേണമെന്ന് വെച്ച് ചെയ്തൊന്നുമല്ല. അത് ആക്ച്വലി നമ്മൾ കണ്ടത് ഇനി അതിനെപ്പറ്റി പറയാനോ ഒന്നും അതിനെപ്പറ്റി ആലോചിക്കാനൊന്നും വയ്യ. അതുകൊണ്ട് എത്രയും ചുരുക്കി പറയാൻ പറ്റുമോ അത്രയും. അതിൽ പ്രത്യേകിച്ച് റവന്യൂ ഒന്നും കിട്ടില്ല അതിൽ. അതെ ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് വെറുതെ നമ്മുടെ ഒരു സമാധാനത്തിൽ ചെയ്തെന്ന് മാത്രം. കേൾക്കണവർക്ക് പിന്നെ അത് ശീലമായി. പിന്നെ ചിലവരിപ്പോൾ ഈ ഡ്യൂറേഷൻ കണ്ടിട്ട് കാണുന്നവരുണ്ട്. ആക്ച്വലി അങ്ങനെ വേണമെന്ന് വെച്ച് ചെയ്യണതല്ല. ചില പടങ്ങൾ ഒന്നും പറയാൻ സമ്മതിപ്പിക്കില്ല, അതുകൊണ്ടാണ്. ഇപ്പോൾ ഗെയിം ചേഞ്ചർ ചെയ്ത സമയത്തും ഇതുപോലെ തന്നെ വടിവേലുവിൻ്റെ ഒരു മീം വെച്ചിട്ടാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് നമുക്കൊക്കെ മനസ്സിലായത് ഓക്കെ ഗെയിം ചേഞ്ചർ അത്ര വർക്കല്ല, കുറച്ച് അണ്ടർവെൽമിംഗ് ആയിട്ടുള്ള സിനിമയാണെന്ന് നമുക്ക് മനസ്സിലായത് അപ്പോഴാണ്. ഈ ഐഡിയ ശരിക്കും ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യുന്ന സിനിമ ഏത്? അത് ഏജന്റ് ആണോ? ഏജന്റും അല്ല, ഏതോ അതെനിക്ക് ഓർമ്മയില്ല ഏതോ പടം, കുറുക്കനോ അങ്ങനെ ഏതൊരു പടത്തിലാണ് ഇതുപോലെ ആൾക്കാർ കുറച്ച് ഏജന്റ് ആണെന്ന് തോന്നുന്നു. ഏജന്റ് അല്ലേ, മറ്റേ കാശ് കൊടുത്തിട്ട് കടിക്കണ പട്ടീനെ. അതെ. അത് വേണമെന്ന് വെച്ചാൽ ഡ്യൂറേഷൻ ഞാൻ നോക്കിയതല്ല, ചെയ്തു വന്നപ്പോൾ അത്ര ഡ്യൂറേഷൻ ഉള്ളൂ. പിന്നെ അതൊരു ടെംപ്ലേറ്റ് ആയി, 10 സെക്കൻഡ് 15 സെക്കൻഡ് എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അത്ര ഉള്ളൂ പടം എന്നുള്ളത് ആൾക്കാർക്ക് രജിസ്റ്റർ ആവാൻ തുടങ്ങി. ഈ 15 സെക്കൻഡ് സീരീസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീരീസ് ഒന്നും അത് ഇന്റൻഷനലി ചെയ്യണമെന്നല്ല, അറിയാതെ വന്നു പോണതാണ്. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും ക്രിയേറ്റീവായിട്ട് തോന്നിയ കാര്യം ദേവര ഇറങ്ങിയപ്പോൾ വന്നതാണ്. ദേവര ഇറങ്ങിയപ്പോൾ അന്ന് കൺവിൻസിങ് സ്റ്റാർ സുരേഷ് കൃഷ്ണ ട്രെൻഡ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ നിങ്ങള് പടം കാണുക, ഞാൻ ഒരു വട്ടം കൂടി പടം കാണാന്ന് പറഞ്ഞിട്ട് സുരേഷ് കൃഷ്ണ സൈഡ് ചെയ്ത് ഇങ്ങനെ പൊന്തി വരികയാണ്. ആ ഐഡിയ ഒക്കെ അപ്പ സ്പോട്ടിൽ തോന്നുന്നത്. അത് ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് ഇൻസ്റ്റയിൽ കുറെ ഇങ്ങനെ മാറി ചെയ്യാറുണ്ടായിരുന്നു. മൂവി റിവ്യൂസ് ആയിട്ട് തന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കണ പോലെ, ഭയങ്കര ക്രൂവൽ അല്ലെങ്കിൽ ഈ സ്ലാഷർ പടങ്ങളൊക്കെ സിനിമകളാന്ന് പറയുന്നത്. അതേപോലെ ഒന്ന് മാറ്റി പറഞ്ഞു നോക്കിയാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. ഇപ്പൊ ശരിക്കും എബിന്റെ പ്രൊഫഷൻ എന്താണ്, എബിന്റെ വീട് എവിടെയാണ്, അങ്ങനത്തെ കാര്യങ്ങളോ അധികം അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു Q&A വീഡിയോ ചെയ്തിട്ട് കുറെ. അല്ലാതെ ഇപ്പൊ പറഞ്ഞ പോലെ 15 സെക്കൻഡ്സ് വീഡിയോയും അല്ലെങ്കിൽ ഇപ്പൊ റോസ്റ്റും വന്നതിന് ശേഷമാണ് വളരെയധികം പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തൊട്ടിട്ട് ശരിക്കും എബിന്റെ പേരെന്താണ്, പ്രൊഫഷൻ എന്താണ്, പേഴ്സണൽ ആയിട്ട് കാര്യങ്ങളൊന്നും അങ്ങനെ അധികം ആളുകൾക്ക് അറിയില്ല. അതൊന്നും അതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. എൻ്റെ പേര് എബിൻ എന്നാണ്. ഞാനിവിടെ പാലക്കാടാണ് സ്ഥലം, പാലക്കാട് മലമ്പുഴ എന്ന് പറയും.
പിന്നെ ഇവിടെ തന്നെ പാലക്കാട് സാൻജോ എന്ന് പറഞ്ഞിട്ടൊരു ഫാർമസി കോളേജ് ഉണ്ട്, സാൻജോ കോളേജ് ഫാർമസ്യൂട്ടിക്കൽ സ്റ്റഡീസ്. അവിടെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. പ്രൊഫസറാണ്. ഒരു 5 വർഷമായി ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. വൈഫ് ഇതുപോലെ പ്രൈവറ്റ് കോളേജ് ഓഫ് ഫാർമസി ഉണ്ട് പാലക്കാട് തന്നെ, അവിടെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. ദെൻ ഞാൻ പഠിച്ചത് ബിഫാമും എംഫാമും PG കഴിഞ്ഞിട്ടാണ് ഇതിന് കയറിയത്. പിന്നെ പഠിക്കുന്ന ടൈമിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്, 2018 ടൈമിൽ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു, ഗോകുൽ എന്ന് പറയും. ആളിപ്പോൾ ഇൻസ്റ്റയിൽ ഇൻഫ്ലുവൻസർ തന്നെയാണ്. സിംപ്ലിഫൈഡ് ഗോകുൽ എന്നൊരു ചാനൽ പേജ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി തുടങ്ങിയതാണ്. അതാണ് ഞങ്ങളുടെ സ്റ്റാർട്ട്. ഇത്രയുള്ളൂ. ഈ റീലോഡ് മീഡിയ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് റീലോഡ് റോസ്റ്റ് തുടങ്ങുന്നത്. അപ്പോൾ റോസ്റ്റിലാണ് നമുക്ക് ശരിക്കും എബിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി മുഴുവനായിട്ട് മനസ്സിലായിട്ടുള്ള കുറേ ഏരിയ ഉള്ളത്. അപ്പോൾ അതിൽ ഈ എങ്ങനെയാണ് പാലക്കാടിൽ മാത്രം ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, പേരുകൾ, സാധനങ്ങളുടെ പേരൊക്കെ വെച്ചിട്ടാണ് പലപ്പോഴും പല സിനിമാ പേരുകളും ട്വീക്ക് ചെയ്തിട്ട് അതിൽ വരിക. ഉദാഹരണത്തിന് ഭീംല നായക് എന്നുള്ളതിൻ്റെ പേര് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് കൊഴിഞ്ഞമ്പാറ മാടൻ എന്നാണ്. കൊഴിഞ്ഞമ്പാറ പാലക്കാടുള്ള ഒരു സ്ഥലമാണ്. ആ കൊഴിഞ്ഞമ്പാറ മാടൻ ആ പേര് കൊടുക്കാനും മൊത്തത്തിൽ അതിൽ പറയുന്ന കാര്യങ്ങൾക്കൊക്കെയും ഒരു പാലക്കാടൻ ഫ്ലേവർ ഉണ്ടാവും. അതായത് മറ്റേ രഥോത്സവത്തിന് മേടിച്ചിട്ടുള്ള എമർജൻസി ലൈറ്റ് ആയിട്ട് വരുന്ന പവർ സ്റ്റാർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണല്ലോ അത് വരുന്നത്. അങ്ങനെ കൊടുത്താൽ അത് വർക്ക് ആവും. ആ ടേക്ക് എവിടുന്ന? അതും ഇന്റൻഷനലി ചെയ്തൊന്നുമല്ല. റിവ്യൂ പോലെയല്ല റോസ്റ്റ്. റിവ്യൂ കുറച്ചും കൂടി നമുക്ക് ഇപ്പം ഈ പറയുന്ന സ്ലാങ്ങിലാണ്. പക്ഷെ എൻ്റെ പ്രോപ്പർ സ്ലാങ് എന്ന് പറഞ്ഞാൽ പാലക്കാട് സ്ലാങ്. അത് ഞാൻ മാക്സിമം വരാണ്ടിരിക്കാൻ വേണ്ടി പിടിച്ചിട്ടായിരിക്കും മറ്റേ വീഡിയോസിലൊക്കെ പറയാം. ഇതിലെന്ന് പറഞ്ഞാൽ അത് ഈ പറയണ ഒരു ഫ്ലോയിൽ അത് തന്നെ കയറി വരുന്നതാണ്. പിന്നെ അത് ഞാൻ പറഞ്ഞ പോലെ ഇന്റൻഷനലി പാലക്കാട് സ്ലാങ് വരണം വെച്ച് ചെയ്യണമെന്നല്ല. ആ വീഡിയോസ് അങ്ങനെ ആയതുകൊണ്ടും പിന്നെ എനിക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് പറയാൻ പറ്റും അതിൽ. ആ സ്ലാങ് എടുക്കുമ്പോഴും അടുത്തുള്ള കാര്യങ്ങളും സ്ഥലങ്ങളൊക്കെ റെഫർ ചെയ്ത് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എനിക്ക് പറയാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. അങ്ങനെ ഒന്നാണ്. ഡാക്കു മഹാരാജിനെ അലക്ക് മഹാരാജ് എന്ന് പറഞ്ഞിട്ടാണ് റോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഡാക്കു മഹാരാജ് എല്ലാ ആളുകൾക്കും ഇഷ്ടമായി. ബാലയ്യയുടെ പടം എന്നുള്ള രീതിയിൽ മലയാളികൾക്ക് മൊത്തം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ആ സിനിമ. അതായത് മാസ മനസ്സൊക്കെ ഇഷ്ടമായി. പക്ഷെ പിന്നെ അത് വർക്കായില്ല. എന്തായിരുന്നു ശരിക്കും ഡാക്കു മഹാരാജിനെ അങ്ങനെ റോസ്റ്റ് ചെയ്യാനുള്ള കാര്യം? ഡാക്കു ഞാൻ ഈ പറഞ്ഞ പോലെ ഓൾറെഡി ബാലയ്യ പടങ്ങൾ ഇങ്ങനെ കണ്ട് ശീലിച്ചിട്ട് ആ ചങ്ങേനെ കണ്ട അതാണ് രജിസ്റ്റർ ആവുക. പക്ഷെ ആ വീഡിയോയുടെ തന്നെ ഞാൻ അവസാനം പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലി മറ്റു ബാലയ്യ പടങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭേദപ്പെട്ട പടമാണ്. അല്ലാണ്ട് അത്രയും നല്ല പടം എന്നല്ല. ഇതുവരെ ഇറങ്ങിയ തെലുങ്ക് പടത്തിലെ ഏറ്റവും ബെസ്റ്റ് പടം അങ്ങനെയൊന്നുമില്ല. കമ്പയർ ടു മറ്റു ബാലയ്യ പടങ്ങൾ വെച്ചിട്ട് കുറച്ചും കൂടി നല്ല പടമെന്ന് ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് വർക്കായില്ല, ആൾക്കാർക്ക് വർക്കായി, എനിക്ക് വർക്കായില്ല എന്നുള്ളതൊക്കെ സെപ്പറേറ്റ് കാര്യം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വീഡിയോയുടെ ടൈറ്റിൽ തന്നെ അലക്ക് മഹാരാജ് എന്നാണ്. കിട്ടിയ അലക്ക് എനിക്കാണെന്ന് മാത്രം. അത്രേ ഉള്ളൂ. അങ്ങനെ ഞാനും വിചാരിച്ചിട്ടുള്ളൂ. ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് തന്നെ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഇട്ട് എല്ലാവരും ഊക്കുമ്പോൾ നമുക്ക് ഇട്ട് ഇറക്കി ഊക്കിട്ട് ഏറിപ്പോവും. പക്ഷെ ഇത് ബാലയ്യയുടെ ഒരു പടത്തിന് ഏറിപ്പോന്ന് ഞാൻ വിചാരിച്ചില്ല. പോരാത്തന്നെ അത് ഏറല്ല, ഇൻട്രസ്റ്റെല്ലർ ട്രാവലും പോയി 5th ഡയമെൻഷനിൽ കയറി തിരിച്ചു വന്ന പോലെ സാധാരണ ഏറി പോണ പോലെ ഒന്നുമല്ല. ദെൻ ഈ പുഷ്പയുടെ കാര്യം പറഞ്ഞിട്ടാണ് കുറേ പേര് പറയണത്. പുഷ്പ 2 ഇഷ്ടമായോ? പുഷ്പ 2 പേഴ്സണലി എനിക്ക് ഇഷ്ടമായി. അതിപ്പോ ഇപ്പൊ എന്തുകൊണ്ട് ഈ ഡാക്കു എന്തുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ചോദിച്ചാൽ ഉത്തരവില്ല. അതേപോലെ തന്നെ പുഷ്പ എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടമായി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. പുഷ്പ ശരിക്കും അത് ഞാൻ കണ്ട ഒരു ടൈമും, ഞാനിപ്പോൾ ഫാൻ ഷോ ആണ് കണ്ടത്, ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടാണ് കണ്ടത്. ഞാൻ ആ ഒരു വൈബിൽ തന്നെയാണ് പടം കണ്ടത്. അപ്പോൾ എനിക്ക് ആ പടം അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് പബ്ലിക് ഒപ്പീനിയൻ അല്ലല്ലോ നമ്മൾ പറയണം, നമ്മൾ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇപ്പം എല്ലാവരും മോശം പടമാണെന്ന് പറയണത് കൊണ്ട് എനിക്കിഷ്ടമായ ഒരു സാധനം പിന്നെ വന്നിട്ട് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് വിചാരിച്ച് മാറ്റി പറയേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. മനസ്സിലായി. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ഇപ്പോഴും ഇഷ്ടമാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നാലും ഇതിന്റെ ഒരു ഒരാളുടെ ഒരു മീറ്റർ, ഒരാളുടെ ഒരു ബിഹേവിയറൽ പാറ്റേൺ ഒക്കെ വെച്ചിട്ടായിരിക്കണം നമ്മൾ ഒരാളെ അസസ് ചെയ്യുക. അത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും രശ്മിക മന്ദനയുടെ പല സീൻസും അല്ലെങ്കിൽ അല്ലു അർജുന്റെ പല സീൻസും ഒക്കെ ശരിക്കും ഓവർ ആണെന്നാണ് എബിൻ പറയേണ്ടതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതൊക്കെ എബിന് വർക്കായി. പ്രത്യേകിച്ച് ആ ഒരു അവിടുത്തെ ഒരു ഉത്സവത്തിലെ സീനുകളോ അല്ലെങ്കിൽ രശ്മിക മന്ദന എന്താണ് എല്ലാവരും പുഷ്പയുടെ ആളുകൾ ആവുന്നത് എന്നൊക്കെ പറയുന്ന സീൻസൊക്കെ എബിന് വർക്കായി. പക്ഷെ സാധാരണഗതിയിൽ അത് എബിന് വർക്കാവാണ്ടിരിക്കണം. എബിന്റെ ഓഡിയൻസിന് പ്രകാരം അത് എബിന് വർക്കാവില്ല എന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. അതെന്താ ശരിക്കും അത് വർക്കാവാൻ കാര്യം? അതിന്റെ ഒരു ഫാക്ട് എന്താണ്? അത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, അതിന് പ്രത്യേകിച്ച് ഉത്തരമില്ല. അത് ഒന്നാമത് അത് അറിയില്ല എന്താ ആ പടം എനിക്ക് വർക്കായി അത്ര തന്നെ. ഇപ്പൊ പിന്നെ പുഷ്പ 1 ഇഷ്ടമായിട്ടാണ് ഞാൻ പുഷ്പ 2 കാണുന്നത്. ഈ 1 പോലും ഇഷ്ടമല്ലാത്ത ഒരു 2 കാണുന്നുണ്ട്. ആ പടത്തിന് മീറ്റർ അതാണ് പടത്തിന്റെ. ഞാൻ ഈ പടത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണതല്ല. എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ഞാൻ ജസ്റ്റിഫൈ ചെയ്തിട്ടാണ് ആ പടത്തിനെ കണ്ടത്. അവർക്ക് ആ ക്യാരക്ടർ ഇങ്ങനെയാണ്, ഇനി കുറച്ചും കൂടി എക്സാഗ്രേറ്റഡ് ആയിട്ടാണ് ക്യാരക്ടർ ചെയ്യുക. ഓൾറെഡി KGF 2 കഴിഞ്ഞിട്ട് ആള് മാറ്റി എഴുതിയ സ്ക്രിപ്റ്റ് ആണ്. സോ ഓവറാക്കി ചെയ്യണമെന്ന് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പടമാണ്. ട്രെയിലർ ഏത് പ്രോമിസ് ചെയ്യണ്ടായിരുന്നു. സോ ആ പടം എന്താണ് ഞാൻ പ്രതീക്ഷിച്ചത് അത് തന്നെയാണ് എനിക്ക് ആ പടത്തിൽ നിന്ന് കിട്ടിയത്. അല്ലാണ്ട് പുഷ്പ 2 കാണാൻ പോയിട്ട് KGF അല്ലല്ലോ കാണാൻ പോകുന്നത്. അത് പുഷ്പയുടെ അട്രോസിറ്റീസ് കാണാൻ തന്നെയാണ് പോയിട്ടുള്ളത്. അത് അതിൽ നിന്ന് കിട്ടുകയും ചെയ്തു എനിക്ക്. അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ്. പക്ഷേ ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള വലിയൊരു വിഭാഗം ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പുഷ്പ 2 സർക്കാസം മോഡൽ പറഞ്ഞൊരു റിവ്യൂ ആയിരുന്നു എന്നായിരുന്നു.
ഓക്കെ പക്ഷെ അത് ശരിക്കും ജെനുവിൻ ആയിട്ട് പറഞ്ഞാൽ സർക്കാസായിട്ട് പറയുമ്പോൾ മനസ്സിലാവും എല്ലാവർക്കും ഇത് ജെനുവിൻ ആയിട്ട് തന്നെ പറഞ്ഞതാണ്. അങ്ങനെ സർക്കാസായിട്ട് പറയണതിൽ എന്തെങ്കിലും ഞാൻ പറയുമല്ലോ, വ്യത്യാസം വരുത്തിയിട്ട് ഞാൻ പറയാറുണ്ടല്ലോ, അത് ഇത് പക്ഷെ ഞാൻ ജെന്യൂൻ ആയിട്ട് പറഞ്ഞത്. ഇപ്പോഴും സ്റ്റിൽ എനിക്ക് പുഷ്പ 2 ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് പുഷ്പ 2 ഇഷ്ടമായതുകൊണ്ട് എന്താണ് കുഴപ്പം? ഇപ്പൊ ദാക്കും ഇഷ്ടപ്പെട്ടില്ല, അതിനെന്താണ് കുഴപ്പം? നേരെ തിരിച്ച് ഈ അതിൽ തന്നെ ഇപ്പൊ ഡാക്കു മഹാരാജയുടെ ആ റിവ്യൂല് തന്നെ ഏറ്റവും അവസാനം പറയുന്ന ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു എലമെന്റ് ഉണ്ട്. ഇത് ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സോഷ്യൽ കമന്ററി ഉണ്ടാവും. ബാലയ്ക്ക് പത്മഭൂഷൺ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ എന്തിനാണ് കൊടുത്തത് എന്ന് പറയുന്ന, ഇതൊക്കെ എന്ത് കണ്ടിട്ടാണ് കൊടുത്തത് എന്ന് പറയുന്ന ഒരു പാലക്കാടൻ സ്ലാങ്ങിൽ ഒരു കാര്യമുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്യണം. അത് ആ തോട്ടം എവിടുന്നാ വരുന്നത്? അല്ല, ബേസിക്കലി പടം മാത്രമേ ഉദ്ദേശിക്കാറുള്ളൂ, അല്ലാണ്ട് ആരെയും ടാർഗറ്റ് ചെയ്ത് ചെയ്യാറൊന്നുമില്ല. പക്ഷെ അതിന്റെ കൂടെ ഇപ്പൊ ഈ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കറണ്ട് ടോപ്പിക് എന്താണോ അതും കൂടി ബ്ലെൻഡ് ചെയ്ത് പറയാറുണ്ടെന്ന് മാത്രം. അങ്ങനെ പറഞ്ഞതാണത്. കാരണം ഇതിനു മുമ്പ് ഇപ്പൊ ഈ ദാക്കു കണ്ട് ചീത്ത പറയുന്ന ആൾക്കാർ ഇതുവരെ കണ്ടിട്ടില്ലേ? ഇതുവരെ എത്രയോ പല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഇവര് ആര് ഈ പഞ്ചായത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എന്തിനാണ് ഇതിന് മാത്രം ഇത്ര ഇതാവാനുള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ആൾക്ക് പത്മഭൂഷൺ ഇതിനു മുമ്പുള്ള പടങ്ങൾ വെച്ച് കണ്ട ആൾക്ക് ഇതൊന്നല്ല, ഇതിൻ്റെ അപ്പുറത്ത് വേറെ എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ കൊടുക്കണം എന്നുള്ള, കാരണം അത്രയുണ്ട്. ഈ വേൾഡ് സിനിമയിലുള്ള ആൾക്കാരടക്കം ഇന്ത്യൻ സിനിമ പറഞ്ഞിട്ട് കളിയാക്കുന്നത് ആളുടെ മീംസ് വെച്ചിട്ടാണ്. നമ്മുടെ മലയാള പടങ്ങളോ ഹിന്ദി പടങ്ങൾ പോലും അവർക്ക് വേണ്ട, തെലുങ്ക് പടങ്ങളാണ് കൂടുതൽ അവർക്കും, പ്രത്യേകിച്ച് ബാലയ പടങ്ങൾ വെച്ച് കുറേ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ഇങ്ങനെ. അപ്പോൾ നമ്മൾ ഒരു കൺട്രീനെ മൊത്തത്തിൽ ഒരാൾ വെച്ചിട്ട് ആൾക്കാർ കളിയാക്കുമെങ്കിൽ എന്നിട്ട് ആൾക്ക് കൊണ്ട് ഈ സാധനം കൊടുത്ത് നമ്മൾ പ്രാഞ്ചേട്ടന് കൊടുത്ത പോലെ അതന്നെ സാധനം, അത്രേ ഉള്ളൂ. അന്ന് എത്ര പേർക്ക് കൊടുക്കാണ്ട് ഇവിടെ. അല്ല, എന്നാലൊരു പേടിയൊക്കെ തോന്നിയായിരുന്നു ഞാൻ ത്രെട്ട് ചെയ്യോ അല്ലെങ്കിൽ എന്താ ഇതിന്റെ റിയാക്ഷൻ വരിക? മെയിൻ സംഭവം ഇത് തെലുങ്ക് പടങ്ങളാണല്ലോ, അതൊന്നും ഞാൻ സ്റ്റേറ്റ് വിട്ട് പോകാത്തത് കൊണ്ട് അതുവരെ പേടിക്കണം. പിന്നെ അവർക്ക് ആ ഭാഷ മനസ്സിലാവില്ല എന്നുള്ള രീതിയിലാണ്, ആ ധൈര്യത്തിലാണ് ചെയ്യണത്. ഇനി ഇതിപ്പോൾ ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഈ സാധനം ആരോ ട്വിറ്ററിൽ പോയിട്ട് ബാലയുടെ ഫാൻ പേജിൽ എവിടെ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ഇതാക്കുവിൻ്റെ ട്വിറ്ററിലോ എവിടെ റെഡിറ്റിലോ എവിടെയൊക്കെ പോയിട്ട്. അത്രയൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമ്മളുടെ നാട്ടുകാർക്ക് അറിയില്ല. ഇപ്പൊ ഉർവശിയുടെ ഒക്കെ ഒരു ഇന്റർവ്യൂവിന്റെ ബിറ്റ് ഒക്കെ അതിൽ ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കാണാൻ? ഞാൻ ബേസിക്കലി ഈ ഇന്റർവ്യൂ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇതിന് മുമ്പ്, പടത്തിന് മുമ്പ്. എൻ്റെ ആ ഒരു ഹോൾ പോയിന്റ് തന്നെ ആ ഉർവശിനെ ബേസ് ചെയ്തിട്ടാണ് ആ വീഡിയോ ഞാൻ ഉണ്ടാക്കിയത് തന്നെ, അല്ലാണ്ട് ബാലയെ റോസ്റ്റ് ചെയ്യാനല്ല. പേഴ്സണലി ഞാൻ പറഞ്ഞില്ലേ, ബാലയ കുറച്ച് സ്വാഗുള്ള ഒരു പടം തന്നെയാണ്, ആൾക്ക് സ്വാഗ് ഉള്ള സാധനങ്ങൾ വിട്ടിട്ടുണ്ട് പടത്തിൽ. ഉർവശിയുടെ കാട്ടിക്കൂട്ടലാണ് സിനിമയിൽ കൂടുതൽ. അത് ആ വീഡിയോയുടെ ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ 6 മിനിറ്റും ഉർവശിയുടെ റോസ്റ്റിംഗ് ആയിരുന്നു. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്, അലക്ക് നേരെ തിരിച്ചാണ്. ആ ഡാൻസ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ ഹിപ്പിൽ അടിച്ചിട്ടുള്ള ഡാൻസ് സ്റ്റെപ്പ്, അത് വന്നപ്പോഴാണ് അതിന് അലക്കിടാം അത് കണ്ടപ്പോൾ തുണി അലക്കുന്ന പോലെ ഊരി പൊഴിഞ്ഞ് നല്ല കല്ലിലിട്ട് നല്ല അലക്ക്. നരേന്ദ്രമോദിയുടെ ശബ്ദത്തിലാണ് ഏറ്റവും അധികം പാട്ടുകൾ വരിക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എയിൽ നരേന്ദ്രമോദിനെ ഉപയോഗിക്കണം, അത് എവിടെ നിന്നാണ് കിട്ടുന്ന ഐഡിയ? അത് ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂസ് ആണ്. മര്യാദയ്ക്ക് ഒരു പാട്ടിട്ടാ കോപ്പിറൈറ്റ് അടിക്കും. ഞാൻ നോക്കിയപ്പോൾ ഈ ഇട്ട് ചെയ്യുമ്പോൾ അത് ഒരു പരിധിവരെ ഒഴിഞ്ഞു കിട്ടും. അതിനൊരു കാരണമുണ്ട്. പോരാത്തതിന് അതിൽ ഞാൻ പറഞ്ഞ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ ഒന്ന്, പിന്നെ അത് എനിക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തന്നെ ചിരി വന്നിട്ടാണ് ഞാൻ ഈ സാധനം ചെയ്യാറ്. പക്ഷെ കുറെ പേര് അതിന് ഹേറ്റേഴ്സ് ഉണ്ട്. രാഷ്ട്രീയ അല്ല, അങ്ങനെ മോദിയുടെ പാട്ട് കേട്ട് മടുത്തു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കണ കുറെ പേരുണ്ട്. കമന്റിൽ വരാറുണ്ടായിരുന്നു, എപ്പോഴാണ് മോദിയുടെ പാട്ട് വരിക, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. സോ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് അത് പിന്നെ ടെംപ്ലേറ്റ് പോലെ ഫൈറ്റ് സീക്വൻസ് വരുമ്പോൾ മോദിയുടെ പാട്ട് എന്നുള്ള രീതിക്ക് കൊണ്ടുപോയത്. കാരണം ഒരു പാട്ടിട്ട് ഈ രീതിക്ക് ചെയ്യുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ സീനും കൂടി കുറച്ചും കൂടി എത്ര ഹ്യൂമർ നമുക്ക് കയറ്റാൻ പറ്റുമോ അത്രയും കയറ്റിയിട്ട്, എല്ലാം ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്യണ പരിപാടിയാണ്, അല്ലാണ്ട് ഇന്റൻഷനലി ആരെയും ഡിഗ്രേഡ് ചെയ്യാനോ ഹേർട്ട് ചെയ്യാനോ വേണ്ടിയിട്ടല്ല. ജസ്റ്റ് കാണുന്നവർക്ക് കുറച്ചേരം സന്തോഷമായിരിക്കണം. ഇപ്പോൾ തെലുങ്ക് പടങ്ങളെ റിവ്യൂ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം, കാരണം അത് തെലുങ്ക് ഓഡിയൻസിലേക്ക് എത്തില്ല, അത് നമുക്ക് ഓക്കെയാണ്, ആ ഏരിയ വരെ ഓക്കെയാണ്. പക്ഷേ മലയാളം പടങ്ങളെയും റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, പേടിച്ചിട്ട് ചെയ്യാത്തതല്ല, മറ്റത് വേറെ. ഇപ്പൊ അതിൽ തന്നെ ഇപ്പോൾ ഏറ്റവും അധികം ഫാൻ ഫോളോയിങ് ഉള്ള ഒരു നടനാണ് ശ്രീ മോഹൻലാൽ. അപ്പൊ അദ്ദേഹത്തിന്റെ മരക്കാർ അറബിക്കടലിലെ സിംഹം എന്നുള്ളത്, കടല് കാണാത്ത സിംഹം, മറക്കാം മോൺസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോ ഇപ്പം മോഹൻലാൽ ഫാൻസ് എന്ന് പറയുന്ന അവരുടെ ഒരു ആക്രമണം ഉണ്ടാവാം, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ഒരു വിമർശനം ഉണ്ടാവാം, അതിനെ മുന്നിൽ കണ്ടാണോ അത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ ഈ ആറാട്ട് ചെയ്തു. ഈ മോഹൻലാൽ ഫാൻസുകാരനെ പൊട്ടിയ പടമാണ് ആറാട്ട്. കാരണം ആശീർവാദ് സിനിമാസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ എടുത്തു പറയുന്നില്ല, ഇവരെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫാൻസ് ഷോ കാരണം പടം പൊട്ടിയെന്നാണ്. അത് കാരണം ആ പടം ഇറങ്ങി കഴിഞ്ഞിട്ട് കുറെ കാലത്ത് പിന്നെ ഫാൻ ഷോ ഉണ്ടായിരുന്നില്ല, അവരൊറ്റ പടം കാരണം ഫാൻസ് തന്നെ ഇറങ്ങിപ്പോയ പടങ്ങൾ. പിന്നെ അവർ പിന്നെ ഇതിനെ എതിർത്തൊന്നും പറയില്ലല്ലോ. പോരാത്തതിന്
ആ പടങ്ങൾ കണ്ട എല്ലാവർക്കും അറിയാലോ ആ പടത്തിൻ്റെ അവസ്ഥ. പിന്നെ അതിനെപ്പറ്റി എന്ത് പറഞ്ഞാലും ഇപ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളത്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ നല്ല പടമാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ നരസിംഹം എടുത്തിട്ട് ഞാൻ റോസ്റ്റ് ചെയ്യില്ല, കാരണം നല്ല പടമാണ്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത പടമാണ്, എനിക്കും ഇഷ്ടമായ പടമാണ്. എനിക്ക് പേഴ്സണലി പറ്റാത്ത പടങ്ങൾ മാത്രമേ. ഈ ദാക്കുവിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ. എന്തുകൊണ്ട് പുഷ്പ ചെയ്യണില്ല, എന്തുകൊണ്ട് ദാക്കു ചെയ്തു എന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇപ്പോൾ എന്താ പറയുക, ബാക്കിയുള്ളവർക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിലും എനിക്കും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം. എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ പുഷ്പ ചെയ്യാം, ഒരു 20 മിനിറ്റോ 30 മിനിറ്റോ വേണമെങ്കിൽ എനിക്ക് അലക്കി പൊളിക്കാം. ഇതുവരെ ഇല്ലാത്ത അത്രയും ഗംഭീരമായിട്ടുള്ള റോസ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം സീൻ ബൈ സീൻ, സെക്കൻഡ് ബൈ സെക്കൻഡ് വേണമെങ്കിൽ എനിക്കിത് ചെയ്യാം. പക്ഷെ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ചെയ്യുമ്പോൾ, കാരണം എനിക്ക് ഇഷ്ടമായ പടമാണ്. വേണമെങ്കിൽ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും ചെയ്യാൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്കെടുത്ത് ചെയ്യാം, പക്ഷെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. അതുപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ ലാലേട്ടൻ്റെ പടങ്ങളും നല്ല പടങ്ങൾ ഞാൻ ചെയ്യാറില്ല, മോശം പടങ്ങളാണെങ്കിൽ ഒന്നും നോക്കാണ്ട് അങ്ങോട്ട്. ഇപ്പോൾ നമ്മൾ സാമൂഹ്യ പ്രതിബദ്ധത ആംഗിൾ പറഞ്ഞപ്പോൾ ഈ അമ്മയുടെ വിഷയം ഏറ്റവും അധികം കത്തി നിൽക്കുമ്പോൾ അമ്മ വെട്ടിയിട്ട് അച്ഛൻ എന്ന് പറഞ്ഞൊരു ടിക്കറ്റ് ഉണ്ടായിരുന്നു. അതിന് ഭയങ്കര റെസ്പോൺസാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അമ്മ AMM എന്നുള്ള അമ്മ സംഘടന അവരെ വിമർശിക്കണമെന്നും അല്ലെങ്കിൽ അതിൽ തന്നെ കുറേ കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ മാധ്യമങ്ങളുടെ തെറ്റായ വ്യാഖ്യാനം അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തെ പറ്റി അതിൽ സംസാരിക്കുന്നുണ്ട്, നടിമാരുടെ പ്രശ്നങ്ങളെ പറ്റി അതിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനത്തെ വീഡിയോസ് ചെയ്യാനുള്ള അതിൻ്റെ പിന്നിലത്തെ മോട്ടിവേഷൻ അതും ഞാൻ ഈ പറഞ്ഞില്ല, എല്ലാം ഫിലിം ബേസ്ഡ് മാത്രമേ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് ഈ പൊളിറ്റിക്കലി ഉള്ളതോ അല്ലെങ്കിൽ മറ്റ് ബേസിലുള്ളതൊന്നുമില്ല. ജസ്റ്റ് ഫിലിം ബേസ്ഡ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും അത് എനിക്ക് അറിയാവുന്ന ഒരു ടെറൈനാണ്. എനിക്ക് ഈ ഫിലിമിൽ തന്നെയുള്ള ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എനിക്ക് വലിയ പെടുത്തില്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ നോക്കാറുമില്ല, ശ്രദ്ധിക്കാറുമില്ല. പക്ഷെ ബോഡി ഷേമിങ് എന്താണെന്ന് എനിക്കറിയാം. ഇപ്പോൾ സർജൻസി അഡ്വർടൈസിങ്ങിനെ പറ്റിയിട്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അക്ഷയ് കുമാർ, ഷാരുഖ് ഖാൻ, ടൈഗർ ഷെറോഫ് ഒക്കെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു മൗത്ത് സ്വീറ്റ്നർ എന്നുള്ള രീതിയിൽ മൗത്ത് ഫ്രഷ്നർ എന്നുള്ള കാര്യമാണ് തോന്നുന്നതെങ്കിൽ നമുക്കറിയാം എന്താണ് അവർ അഡ്വർടൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോഴത്തെ യൂത്തിന് അവർ ഫോർവേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ പലപ്പോഴും പല സോഡ ക്യാനുകളും എന്തിൻ്റെ ആണ് സിഗ്നിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിനെ മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് പറയണം, അത് ആ മോട്ടിവേഷൻ എവിടുന്നായിരുന്നു? അത് ഞാൻ പറഞ്ഞ പോലെ ഈ ഫിലിം ബേസ്ഡ് ആൾക്കാരായതുകൊണ്ട് മാത്രമാണ് അതെടുത്തത്. ഈ അമ്മയുടെ കാര്യം പറഞ്ഞാൽ അമ്മ ഫുള്ള് സിനിമക്കാരാണ്, അതുപോലെ തന്നെ ഈ പാൻ്റെ പരസ്യം ചെയ്യണതും ഫുള്ള് സിനിമക്കാർ തന്നെയാണ്. ഇവർ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇതേ ആഡ് നടത്തിയിട്ട് പാനിനെതിരുള്ള ആഡ് നടത്തിയിട്ട് സിനിമയ്ക്കകത്ത് പാനിൻ്റെ നേരെ തിരിച്ച് ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് പിന്നെ ചെയ്യുന്നത്, പിന്നെ ഈ IPL ഒക്കെ കാണുമ്പോൾ സ്ഥിരം ഇവരുടെ ഫേസ് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈ എത്രത്തോളം ഈ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യണം, നമ്മൾ നല്ല പുറത്തോട്ട് പോയാൽ ഇവർ ചെയ്യേണ്ടല്ലോ. പിന്നെ ഈവൻ നമ്മളിപ്പോൾ യൂട്യൂബിലോ ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് ആഡ്സ് കിട്ടാറുണ്ട്, ബെറ്റിംഗ് ആപ്പ് അങ്ങനത്തെ ഒക്കെ കുറേ. അപ്പോൾ ഒരു സാധാരണക്കാരൻ നോക്കുമ്പോൾ ഇപ്പോൾ ഷാരൂഖ് ഖാൻ ചെയ്യേണ്ട ആ ബെറ്റിംഗ് ആഡിൻ്റെ ആപ്പിൻ്റെ ആഡ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു റമ്മി സർക്കിൾ അങ്ങനെയൊക്കെ ഉള്ള ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെന്താ നമുക്ക് ചെയ്തുകൂടാന്ന് വിചാരിച്ചിട്ടാണ് ചെറിയവരടക്കം ചെയ്തു തുടങ്ങുന്നത്. ഇതേപോലെ തന്നെ ഇത് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ അവരേ കഴിക്കുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ട് നമ്മൾ എന്നുള്ള രീതിയിൽ. സോ അത് അത്രത്തോളം സോഷ്യലി ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇമ്പാക്ട് ചെയ്യുമ്പോൾ, എന്നിട്ട് ഇവരൊക്കെ ഒരു 10 സ്റ്റോറി ബിൽഡിങ്ങിൽ നിൽക്കുമ്പോൾ നമ്മളിപ്പോഴും ICUവിലും അല്ലെങ്കിൽ ക്യാൻസർ വാർഡിലും പോയിട്ട് നടക്കുന്നത് അവർക്കറിയില്ലല്ലോ. സോ അത്രയും പോപ്പുലറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അത്രയെങ്കിലും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ, അതവർ ചെയ്യാണ്ട് ചെയ്യുമ്പോഴാണ് ഞാനത് എല്ലാം കൂടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഞാൻ പറഞ്ഞു വേറെ കുറേ ടോപ്പിക്സ് ഇനി ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ നെപ്പോട്ടിസോ, പിന്നെ ഈ സെക്കൻഡ് പാർട്ട് എടുക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ സ്ഥിരം ഏതൊരു പടം കണ്ടാലും ഇപ്പോൾ സെക്കൻഡ് പാർട്ട് അതില്ലാത്തൊരു പടം ഇല്ല. ഇപ്പോൾ ഒരു സാറ്റിസ്ഫൈ ആയിട്ടൊരു പടം ഇപ്പോൾ കിട്ടാറില്ല. പടം കണ്ടു കഴിഞ്ഞ ഒരു പ്രോപ്പർ കംപ്ലീഷൻ ആയിട്ടുള്ളൊരു പടം ലോകേഷൊക്കെ വന്നതിന് ശേഷമാണ് കൂടുതൽ അത് വന്നത്. അതിനു മുമ്പ് ഇല്ലാന്നല്ല, പക്ഷെ ഈ LCU ഒക്കെ വന്നപ്പോഴാണ് ഇത്. പിന്നെ എല്ലാവരും എന്ത് പടം എടുത്താലും, എന്ത് ലവ് സ്റ്റോറി എടുത്താലും നടക്കാതില്ല സെക്കൻഡ് പാർട്ട്. ഇപ്പോൾ വേറെ ആരെങ്കിലും പോയിട്ട് പ്രേമിക്കും ഇനി അടുത്ത പാർട്ടിൽ, ആ രീതിക്കാണ് ഇത്. അതുകൊണ്ട് അതൊക്കെ സെപ്പറേറ്റ് ആണ്, അങ്ങനെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യണമെന്നുണ്ട്. ഇതൊക്കെ ഞാനിപ്പോൾ സ്ഥിരം റോസ്റ്റ് ചെയ്ത് ആൾക്കാർക്ക് ബോറടിക്കണമെന്ന് വെച്ച് മാറ്റി ചെയ്യണം. ഇപ്പോൾ റിയൽ മീഡിയയുടെ ഒരു പെർസ്പെക്റ്റീവിൽ ഏറ്റവും അധികം ബോറടിക്കുന്ന ഇപ്പോൾ വരുന്ന ട്രെൻഡുകൾ എന്തൊക്കെയാണ്? ഞാൻ ഓരോന്നോരോന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? വയലൻസിന്റെ ഒരു ആധിപത്യം, അതിനിപ്പോൾ അത് ബോറടിച്ചു തുടങ്ങിയിട്ടുണ്ട്. വയലൻസ് അങ്ങനെ ബോറായിട്ട് തുടങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ വയലൻസ് ഉണ്ട്, നമ്മളിപ്പോൾ ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്നത് വയലൻസ് ഉണ്ടല്ലോ, അത് ഇവിടേക്ക് വരണേ ഉള്ളൂ. അതിപ്പോൾ വരുമ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. അതിൻ്റേതായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ എല്ലാ പടത്തിലും വയലൻസ് ഉണ്ട്, എല്ലാ പടത്തിലും വയലൻസ് ഉണ്ടല്ലോ, അത് എത്രത്തോളം ക്രൂവലായിട്ട് കാണിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റേറ്റഡ് പടങ്ങൾ ഇപ്പോൾ മലയാളത്തിലടക്കം വന്നു തുടങ്ങിയപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കുറച്ച് സമയം എന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് വയലൻസ് പോറുന്നില്ല, എനിക്കിഷ്ടമാണ്. കാരണം റിയൽ ലൈഫിൽ കാണാത്ത സാധനങ്ങൾ നമുക്ക് സിനിമയിൽ കാണാം. ഇപ്പോൾ റിയൽ ലൈഫിൽ ഉണ്ട്, ഇല്ല എന്നല്ല,
പക്ഷെ അത് സിനിമയിൽ അങ്ങനെ എക്സാഗ്രേറ്റ് ചെയ്ത് നമുക്കൊരു ഹൈ തരുന്ന ഒരു സെറ്റപ്പ് ആണല്ലോ, ആ രീതിക്കല്ലേ ചെയ്യുക. അതുകൊണ്ട് വയലൻസ് സിനിമയിലുള്ളത് എനിക്ക് ബോറായിട്ടൊന്നും തോന്നിയിട്ടില്ല, എനിക്കിഷ്ടമാണ്. ഈ സെക്കൻഡ് പാർട്ടുകൾ അല്ലെങ്കിൽ Second part- ടൈലന്റിന് വേണ്ടി ടൈലന്റിന് വേണ്ടിയിട്ടുള്ള പരിപാടി നല്ല ബോറാണ്. അത് ബോറടിച്ചു തുടങ്ങി. ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമയുടെ പേരെടുത്ത് പറയാൻ പറ്റുമോ? ബുദ്ധിമുട്ടാവോ? 2 പാർട്ട് മൂവീസ് ഒക്കെ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അതിന് കഥ ഉണ്ടാവണം. ഇതല്ലാണ്ട് വെറുതെ ഒരു കാര്യമില്ലാണ്ട് റീസെന്റ് ഇറങ്ങിയ വേണ്ട എത്രയോ മലയാള പടങ്ങളിലടക്കം പാട്ടയെ നമുക്ക് മടുത്തു. അതിന്റെ അവസാനം കൊണ്ട് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവയ്ക്കുമ്പോൾ ഒരു ആവശ്യമില്ലാത്ത പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത് ഇപ്പോൾ തൊട്ട്. 2 പാർട്ടായിട്ട് ചെയ്യണം എനിക്ക്, കഥ അത്ര ഉണ്ടെങ്കിൽ ഓക്കെ. വലിയ അത്രയും ലെങ്ത് ഉള്ള ഒരു പടത്തിൽ പറയാൻ പറ്റാത്തത്ര കഥ ഉണ്ടെങ്കിൽ 2 പാർട്ടായിട്ട് ചെയ്യണത് ഓക്കെ. ഇതല്ലാണ്ട് വെറുതെ എന്തിനാണ് ഇത്? ലിയോ LC യൂണിവേഴ്സിൽ വന്നത് കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ടാണെന്നുള്ള ഒരു ഫാൻ തിയറി ആളുകൾ പറയുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? അത് ഫോഴ്സ്ഡ് ആയിട്ട് ചിലപ്പോൾ തോന്നുമായിരിക്കും, പക്ഷെ ആ ഒരു ക്യാരക്ടറിനും കൂടി അതിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ ഞാനും പ്രതീക്ഷിച്ചത്. ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് പടം എടുത്തു, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാരക്ടറിനെ എപ്പോഴെങ്കിലും കൊണ്ടുവരാമല്ലോ, അങ്ങനെയാണല്ലോ അത് കൊണ്ടുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അത്ര അത് ഫോഴ്സ്ഡ് ആയിട്ട് തോന്നിയില്ല. പിന്നെ ആ പടം കണ്ടപ്പോൾ ഞാൻ ഫാൻ ഷോ കണ്ടത്, ആ ടൈമിൽ ആ ഒരു ക്യാരക്ടർ വരും എന്നുള്ള ഒരു ഹൈപ്പ് നേരത്തെ ഉണ്ട്. അത് ഇതിലും കൂടി ആയി. ഇപ്പൊ ഈ ഇനി അടുത്ത് വരാൻ പോണ കൂലി, അത് അതിലെല്ലാം നമുക്ക് ഓൾറെഡി അറിയാം. എന്നാലും നമ്മൾ എന്നാലും ഇല്ല, അതേപോലെ പ്രതീക്ഷ കണ്ടാണ് ലിയോ. സോ അതുകൊണ്ട് ആ ഒരു ക്യാരക്ടർ അതിൽ വന്നുകൊണ്ട് ഇനിയിപ്പോ എപ്പോഴെങ്കിലും വരാലോ. ലോകേഷിന്റെ ക്വാളിറ്റി ഡിപ്ലീറ്റ് ആവുന്നു ഫിലിം ബൈ ഫിലിം അങ്ങനെ പറയുന്ന ആ വിമർശനത്തിനോട് എന്താ? അങ്ങനെ നിൽക്കുന്നില്ല. ആകെ ലോകേഷ് എത്ര പടം തന്നെ എടുത്ത്, എത്ര പടം എണ്ണി 4 പടമായിട്ടുള്ളൂ, അല്ലാണ്ട് 40 പടം എടുത്തിട്ട്. ഈ 4 പടം വെച്ചിട്ട് ഒരാളുടെ ഗ്രാഫ് കൂടിയിട്ടുള്ളൂ ഞാൻ നോക്കിയിട്ട്. ആള് വലിയ സ്കെയിലിൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ലോ ബഡ്ജറ്റിൽ എടുത്ത ആൾ ഇപ്പോൾ സ്കെയിൽ കൂടി വലിയ ആക്ടേഴ്സിനെ ഇപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ ആളുടെ സ്കെയിൽ കൂടിയിട്ടുള്ളൂ ഞാൻ നോക്കിയിട്ട്. അല്ലാണ്ട് എവിടെയും കുറഞ്ഞിട്ടൊന്നുമില്ല. സ്റ്റോറി ടെല്ലിങ്ങിൽ ചിലപ്പോൾ ആൾക്കാർക്ക് കൺവിൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആൾക്കാർ പ്രതീക്ഷിച്ച പോയിന്റിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു ആസ് എ ഡയറക്ടർ ഇത്രയും വലിയ ക്രൂവിനെ വെച്ച് ഒരുമിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രാജമൗലിയൊക്കെ ബാഹുലി എടുക്കുക എന്ന് പറയുന്നത് അതേപോലെ എല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ട് രാജമൗലിക്ക് മാത്രം വർക്കായി എന്നുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇത്രയും വലിയ ആക്ടേഴ്സ് ഉണ്ടെങ്കിലും വിക്രം എടുത്ത അതിലിപ്പോൾ ഒരു 3 മിനിറ്റ് കൊണ്ട് സൂര്യക്ക് ഇതുവരെ ലൈഫ് ടൈം കിട്ടാത്ത ഒരു ഹൈപ്പ് അതിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് റൈറ്റിംഗ് തന്നെയാണ്. അതുപോലെ ലിയോയിലും കൊടുത്തിട്ടുണ്ട്. ലിയോയിൽ ഐ തിങ്ക് ആ ഒരു ഇനീഷ്യൽ പോർഷൻസും ഫസ്റ്റ് ഹാഫ് ഫുള്ള് അടിപൊളിയാണ്. വിജയനെ പോലെ ഒരു ആക്ടർ ഉണ്ട്, അപ്പോൾ മാസ്റ്റർ പോലെ ഒരു പടം എടുക്കണമെന്ന് വെച്ചിട്ടല്ലല്ലോ ചെയ്തു. പക്ക ആള് പറഞ്ഞ സാധനം അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് ലോകേഷ് റൈറ്റ് ഓൺ ട്രാക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ശങ്കറിന്റെ ഗ്രാഫ് ഒരു ജേക്കർവ് എടുക്കുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? ആ ചങ്ങായി പോയി. കാരണം ആ ചങ്ങായി പോയി. കാരണം ഈ എൻ്റെ ഉപ്പിക്ക് ഞാൻ ചാനുണ്ടായിരുന്നു പറഞ്ഞിട്ടൊരു കാര്യമില്ല. മാറേണ്ട സമയത്ത് മാറന്നെ വേണം. കാരണം ട്രെൻഡിൻ്റെ ഒപ്പം പോകല്ലാണ്ട് ഒരു രക്ഷയില്ല. ഇതിപ്പോൾ ആള് പിടിച്ച സാധനം തന്നെയാണ് പിടിക്കുന്നത്. ഇപ്പോൾ ഈ മറ്റേ ഗെയിം ചേഞ്ചർ അല്ല, നമ്മുടെ ക്രിസ്റ്റഫർ നോളൻ VFX യൂസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെയും കുറെ ഡയറക്ടേഴ്സ് ആൾക്ക് വേറെ സോഷ്യൽ മീഡിയ ഒന്നുമില്ല, അത് ചെയ്യില്ല എന്ന് പറഞ്ഞാലും ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് അതില്ലാണ്ട് പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് അത് പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഈ ചങ്ങായി ഇപ്പോൾ ശങ്കർ എന്ന് പറയുമ്പോൾ അത്രയും ബ്രഹ്മാണ്ഡ പടങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ എടുത്ത സാധനം തന്നെ പിന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർ മാറി, ഓഡിയൻസ് മാറി. 3 സെക്കൻഡ് കിട്ടിയ റീല് മാറ്റുന്ന ആൾക്കാരാണെന്നുള്ളതൊന്നും മൂപ്പർക്ക് മനസ്സിലാവുള്ളൂ. വെറുതെ അവരെ ടെംപ്ലേറ്റിൽ തന്നെ പടങ്ങളെടുത്ത്. അതുകൊണ്ട് ആളിഞ്ഞി മാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇന്ത്യൻ 3 വരുമ്പോൾ ഐ തിങ്ക് ഇതിനെക്കാട്ടും വലിയ, ഇതുവരെ കിട്ടിയതിനെക്കാട്ടും വലിയ അവതാരമായിരിക്കും. ഇന്ത്യൻ 2 ഗെയിം ചേഞ്ചർ ഏതായിരുന്നു കൂടുതൽ ടോർച്ചർ? ഐ തിങ്ക് ഇന്ത്യൻ 2 തന്നെയായിരുന്നു. കാരണം ആ ഒരു ക്യാരക്ടറിനെ കൊണ്ട്, മറ്റേത് നമുക്ക് അറിയാത്തൊരു ക്യാരക്ടറാണ് രാംചരന്റെ, യങ്ങാണ് ഓക്കെ. ഇത് ഈ 60-80 വയസ്സ്, 100 120 എത്ര വയസ്സ്, 120 വയസ്സുള്ള സൂപ്പർമാൻ പോലെയാണെന്നല്ലേ പറയുന്നത്. അയ്യോ 120 വയസ്സുള്ള താത്തനെ കൊണ്ട് ഇങ്ങനെ കാണിച്ചു വെക്കും. ആൾ ഇനി മരിച്ചിട്ടില്ലേ? ഇനിയുണ്ട്. ചിലപ്പോൾ ഇന്ത്യൻ 3, 4, 5 ഒക്കെ എടുക്കുന്നുണ്ട് അവതാറിന് മുമ്പ്. അല്ല, അതിൽ തന്നെ ഏറ്റവും അധികം ഇപ്പം നമുക്കറിയാം അവിടെ ഒരു വലിയൊരു സിനിമാറ്റിക് മാർവൽ ഉണ്ട്. അതായത് ഇന്ത്യൻ താത്ത എന്ന് പറയുന്ന സേനാപതി ചെയ്തു വെച്ചിട്ടുള്ള എന്താണെന്ന് നമുക്കറിയാം. ആ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ആ വർമ്മ വെച്ചിട്ടോ ചെയ്യുന്നത് നമുക്കറിയാം. അതിന് നേരെ മൊത്തത്തിലൊരു ലോക്കൽ സെറ്റപ്പിലേക്കൊക്കെ പോയി എന്നൊക്കെ ആളുകൾ വിമർശിക്കുന്ന ഒരു ഏരിയ ആയിട്ട് തോന്നിയ ഒരു പോർഷനോ ഒരു സീനോ പറയാൻ പറഞ്ഞത് ഇന്ത്യൻ 2 ഏതാ പറയാ? മറ്റേ ഒരു ട്രൈസൈക്കിൾ പോലത്തെ സാധനല്ലേ അത് തമിഴ്നാട് മൊത്തം കറങ്ങുന്ന പോലത്തെ. ആ പടം കാണുമ്പോൾ ഒരു പോയിന്റ് വരെ ഞാനും ഉണ്ടാണ്ടിരുന്നു. ഒരു താത്ത വരാറ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ, സിദ്ധാർത്ഥ് പാടുന്നത്. ആ സിദ്ധാർത്ഥ് അതിൽ ഈ ഇന്ത്യൻ താത്തന്റെ കുറെ ഫേസ് വെച്ചിട്ടുള്ള കുറെ, ഞങ്ങൾ 2 പേരെ കണ്ടത്. ഞങ്ങൾ സീറ്റിൽ നിന്ന് താഴെ പോയി ചിരിച്ചിട്ട് നിലത്ത് വീണ് ചിരിച്ചിട്ട് അവിടെ നോക്കി. പിന്നെ പടം പിന്നെ ഇത്രയും ലൈവായിട്ട് റോസ്റ്റ് ചെയ്ത് കണ്ട് പടം വേറില്ല. അദ്ദേഹം മറ്റേ 6 പാക്സ് കുത്തിച്ചുകൊണ്ട് അതൊക്കെ അതൊന്നും കണ്ടിട്ടില്ല. കണ്ണിൽ ഫുള്ള് വെള്ളമായിട്ട് ചിരിച്ചിട്ട്
കാരണം ഫുള്ള് ഈ മലങ്കൾട്ട് എന്ന് പറഞ്ഞിട്ട് ആസ്വദിച്ച് കണ്ടൊരു പടമാണ് ഇന്ത്യൻ ടു. അതുകൊണ്ട് അതിൽ മാക്സിമം ഒട്ടുമിക്ക സീനും ചിരിച്ച് തള്ളിയ സാധനങ്ങളാണ്. കാരണം ആ പാട്ട് മുതലാണ് പടം എനിക്ക് പിന്നെ അങ്ങോട്ട് ഇതുവരെ ഒരു കോമഡി പടം ഒന്നും കണ്ടിട്ട് ഇത്രയും ചിരിച്ചിട്ടില്ല അടുത്ത കാലത്ത്. അത്ര കൊണ്ട് ഇങ്ങനെ അത്തപ്പൊതിച്ച് കൊണ്ട് വെക്കാന്ന് പറയില്ല, ആ ലെവലിലായിരുന്നു എനിക്ക് ആ പടം. ഈ ഗെയിം ചേഞ്ചർ കാണുമ്പോൾ ഗെയിം ചേഞ്ചർ എനിക്ക് പിന്നെ പറ്റാണ്ട്, മീൻസ് സഹിക്കാൻ പറ്റാണ്ട് ഇറങ്ങിപ്പോയാലോ കാണണ്ടേ എന്ന് കുറിച്ച് പിടിച്ചിരിക്കുകയായിരുന്നു തിയേറ്ററിൽ. എല്ലാവരും കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ടൈം തന്നെ, പക്ഷെ എല്ലാവർക്കും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഈ കണ്ട് സാധനം തന്നെ നമുക്കറിയാം, തൊട്ടടുത്ത സീൻ എന്താ, അടുത്ത ഡയലോഗ് എന്താ പറയുന്നത് എല്ലാം അറിയാം. പിന്നെ അവസാനത്തെ JCB വെച്ചിട്ടുള്ള ഫൈറ്റൊക്കെ എനിക്ക് പറഞ്ഞു ഈ ബാലയ്യയുടെ പടങ്ങൾ പോലെ ആക്കി വെച്ചു. അവസാനം ഇത് പുറത്തുള്ള ആൾക്കാർക്ക് കണ്ട് ചിരിക്കാൻ പറ്റിയ, കളിയാക്കാൻ പറ്റിയ രീതിയിലേക്ക് താഴോട്ട് കൊണ്ടുവരിക. ഇപ്പൊ ഈ വിക്രമും അല്ലെങ്കിൽ ലൊക്കേഷൻ്റെ പടങ്ങളൊക്കെ പുറത്തുള്ളവർ റിയാക്ഷൻ ചെയ്ത് അവർ ഹൈയിൽ നിൽക്കുമ്പോൾ അതേ ടൈമിലാണ് ഇത്രയും ഇങ്ങനെ നടക്കുന്ന ഒരു സാധനം എന്നൊക്കെ പറയുമ്പോൾ അത് ഇത്തിരി അപമാനകരമായിട്ടുള്ള പരിപാടിയായിട്ടാണ് തോന്നുന്നത്. ഇപ്പൊ ഒരു ജാതകത്തിലൊക്കെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് പാലിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ബോഡി ഷെയ്മിങ് ഉണ്ട്, സ്ത്രീകളെ അധിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പരാതിയൊക്കെ പോയിട്ടുണ്ട് ആ സിനിമയ്ക്ക് എതിരെയൊക്കെ. അപ്പം എന്താ ഇതുവരെയും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതെന്താന്ന് ഒന്ന് ആ ഡെഫിനിഷൻ മനസ്സിലാക്കാനോ ഒന്നും റിവ്യൂവർ എന്നുള്ള രീതിയിൽ ശ്രമിക്കാത്തത്? ഇപ്പം അശ്വന്ത് ഗോക്കൊക്കെ അതിനെ പറ്റി വലിയ ദീർഘമായിട്ടുള്ള വീഡിയോസ് ഉൾപ്പെടെ ചെയ്തിട്ടുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞില്ല, ഞാൻ സിനിമയായിട്ട് തന്നെ കാണുള്ളൂ. ഓക്കെ, ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന ആക്ടേഴ്സ് അതിന് മുമ്പ് എന്ത് ചെയ്യും? ഞാനൊരു എക്സാമ്പിൾ എടുത്ത് ചോദിക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി വരുന്നത് വിചാരിക്കണം. ഇപ്പോൾ കാന്താരയിൽ ഒരു സ്ത്രീയുടെ മുഖവും പോത്തിന്റെ മുഖവും കാണിച്ചുകൊണ്ട് ഒരു തമാശയുണ്ട് കാന്താര 1-നകത്ത്. ഒരു പെണ്ണിന്റെ പല്ല് കാണിക്കുകയും അതുപോലെ ഒരു പോത്തിന്റെ പല്ല് കാണിക്കുകയും ചെയ്യുന്ന ഒരു തമാശയുണ്ട്. അത് കുറച്ചാളുകൾ തിയേറ്ററിൽ ചിരിക്കുമെങ്കിലും പിന്നെ മഞ്ജു പത്രോസ് ഉൾപ്പെടെയുള്ള ആളുകൾ അത് എനിക്ക് വിഷമമായെന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവുന്ന ഒരു എലമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പുറത്തേക്ക് അത് ഇപ്പൊ പറഞ്ഞ ചിരി ഉണ്ടാക്കുന്ന ഒരു എലമെന്റ് ആയിട്ടും പറയുന്നത്. അപ്പൊ അവിടെയാണ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ഒരു സ്റ്റാൻഡ് നിൽക്കുന്നത്. എബിൻ അതിനെ എങ്ങനെയാന്ന് ഈ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും കാലത്ത് ഒരു കഴിഞ്ഞൊരു 2020 വരെയുള്ള മലയാള സിനിമ മൊത്തം ബാൻ ചെയ്യണം. എല്ലാ കോമഡി സിനിമയിലും നമ്മൾ ഇത് തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത്. ബോഡി ഷേമിങ് ആയാലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആയാലും ഈ പറയുന്ന ആൾക്കാർ തന്നെ എത്ര ദിലീപ് പടം ഉണ്ട്, ദിലീപ് പടത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഈ പറയാത്ത ഇപ്പോഴും ഇറങ്ങുന്ന പടത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്നൊക്കെ നമ്മൾ ഇപ്പോഴും ഈ സിനിമകൾ തിയേറ്ററിൽ അല്ല TV വരുമ്പോൾ നമ്മളിരുന്ന് കാണാറുണ്ട്, ചിരിക്കാറുണ്ട്. അതിനെപ്പറ്റി കോൺഷ്യസ് പോലും അല്ല ഞാൻ പേഴ്സണലി ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട്. ഇപ്പോൾ ഈ പറയുന്ന ഇങ്ങനത്തെ സീക്വൻസുകളൊക്കെ വരുമ്പോൾ അത് സിനിമയിൽ ആ ഒരു ടൈമിൽ അവരെന്താണ് ആ ക്യാരക്ടേഴ്സ് എന്താണ് പറയുന്നത് അങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളൊരു 5-6 പേര് ഫ്രണ്ട്സ് സംസാരിക്കുമ്പോൾ നമ്മളിതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ ബോഡി ഷേമിങ്ങോ പോലും പേഴ്സണലി ഞാൻ നോക്കാറില്ലായിരുന്നു. ഈ റീസണിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറയുമ്പോൾ തന്നെയാണ് ഞാൻ തന്നെ പേഴ്സണലി ഓക്കെ ഇത് ശരിയല്ല എന്നുള്ള രീതിയിൽ സ്വയം മനസ്സിലാക്കി എടുക്കുന്നത്. കാരണം അതിനെപ്പറ്റി കോൺഷ്യസ് അല്ല ഞാൻ പേഴ്സണലി. ബോഡി ഷേമിങ് ആണെങ്കിലും ഈ പറഞ്ഞ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണെങ്കിലും ഞാൻ കോൺഷ്യസ് അല്ല. ഞാൻ സിനിമയായിട്ട് തന്നെ കാണാറുള്ളൂ. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് അത് പറഞ്ഞ് ശരിയായില്ല, ഇത് പറഞ്ഞ് ശരിയായില്ല, അത് സിനിമയിലകത്തുള്ള കാര്യമാണെന്ന് മാത്രമേ അത് കണ്ടുവിട്ടു. പുറത്തേക്കൊന്നും എടുക്കാറില്ല. തിയേറ്റർ വിട്ടു വന്നാൽ പിന്നെ ആ കാര്യം മനസ്സിൽ നിൽക്കില്ല. ഈ റീലോഡ് റോസ്റ്റിന്റെ ഒരു മൊത്തം ലൈഫ് ടൈമിൽ ഏറ്റവും അധികം റെസ്പോൺസ് കിട്ടി, ഏറ്റവും അധികം സന്തോഷം തോന്നിയ ഒരു എപ്പിസോഡ് പറഞ്ഞാൽ ഏതാ പറയുക? അത് ഈ ബാലയ്യയുടെ തന്നെ ഏറ്റവും കൂടുതൽ മില്യൺ വ്യൂ വന്നതും ആ പടങ്ങളാണ്. വീരസിംഹ റെഡ്ഡി, പിന്നെ സമാന്തയുടെ ഒരു പടമുണ്ട് ജുമാൻജി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശകുന്തളയുടെ റോസ്റ്റ്, അങ്ങനത്തെ കുറച്ച് പടങ്ങളുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ദേവ്മോഹൻ ഉണ്ടല്ലോ, അപ്പൊ ദേവ്മോഹൻ എനിക്ക് ആ സീൻ ഉൾപ്പെടെ പറഞ്ഞു തന്നു. അത് ദേവ്മോഹന്റെ ചാട്ടത്തിന് മറ്റേ സൂപ്പർ മാരിയോ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു ട്രോള് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ റോസ്റ്റിനകത്ത്. അത് ദേവ്മോഹൻ കണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് പുള്ളി പേഴ്സണലി ഒരുപാട് ചിരിച്ച് എൻജോയ് ചെയ്തു. എന്റെ പിന്നെ പറഞ്ഞു മനസ്സിലായി ഇത്ര ഉള്ള പരിപാടി, അല്ലാതെ ആരെ ഹേർട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഫണ്ണിന് വേണ്ടി. ഇപ്പൊ നമുക്ക് മലയാള കോമഡി പടങ്ങളൊന്നും അധികം കിട്ടാറില്ലല്ലോ. അതല്ലേ മെയിൻ സംഭവം. ഞാൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിനെ ക്രിഞ്ച് എന്ന് പറഞ്ഞിട്ട് തള്ളി ഒഴിവാക്കും. ഇപ്പൊ റീസെന്റ് ഇറങ്ങിയപ്പോ പൈങ്കിളി ആ പടം ഭയങ്കര ഓവറാണെന്ന് ഓൾറെഡി അവരുടെ ക്രൂ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര ഓവറാണ്, പക്ഷെ ആർക്കും ആ പടം പറ്റിയിട്ടില്ല. അതിലിപ്പോ എന്താ കാരണം? എനിക്ക് പടം നന്നായിട്ട് വർക്ക് ചെയ്യും, കാരണം അതിൽ കുറെ ചിരിക്കാണ്ടായിരുന്നു. പക്ഷെ അതാ പറഞ്ഞത്, ഇപ്പോൾ മാക്സിമം എത്ര കോമഡി പടങ്ങൾ ഇറങ്ങുന്നുണ്ട് അത്രയും നമ്മൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയില്ല ഈ പടത്തിന് പോകും, അല്ലാണ്ട് അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും. പേഴ്സണലി ഇപ്പൊ പണ്ടത്തെ ഇപ്പൊ പട്ടാഭിഷേകം ഒക്കെ ചെയ്തിരുന്ന ജയറാമേട്ടൻ്റെ പോലത്തെ സിനിമകൾ, അല്ലെങ്കിൽ ഇപ്പൊ പഞ്ചാബി ഹൗസ് ഒക്കെ പോലെ ചെയ്തിരുന്ന ദിലീപേട്ടൻ സിനിമകളൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ എല്ലാ ദിലീപേട്ടൻ പടങ്ങളും മിസ് ചെയ്യില്ല ശരിക്കും. പിന്നെ ഇല്ല, പിന്നെ ഇപ്പോൾ എന്താ പറയുക, എത്ര പടം ഈ കല്യാൺ രാമനും CID മ്യൂസൊക്കെ നമ്മളിപ്പോൾ കണ്ടതിൽ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുള്ള പടങ്ങൾ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കും ഈ പറഞ്ഞ എല്ലാ ദിലീപേട്ടൻ പടങ്ങൾ ഫുള്ള്. കാരണം അതിൽ ആ ഒരു ടീം ഉണ്ടല്ലോ, ഒരു മലയാളത്തിലെ ആ ഒരു കോർ ടീം ഉണ്ടല്ലോ, കൊച്ചി ഹനീഫ, അത് സെറ്റ് ടീമായിരുന്നു. അവരെ നമ്മൾ ഇനി കിട്ടൂല. ഇനി അവർ ചെയ്താലും നമ്മൾ ഇന്നത്തെ കാലത്തെ ആൾക്കാർ ക്രിഞ്ച് എന്ന് പറയുമല്ലോ, അതുകൊണ്ട് അങ്ങനത്തെ പടങ്ങൾ നമുക്ക് കിട്ടില്ല. സോ പഴയ പടങ്ങളിൽ നിന്ന് ആസ്വദിക്കാന്ന് മാത്രമേ ഉള്ളൂ. ആ ജനറേഷൻ മാറി,
അവർക്ക് പറ്റുന്നില്ല ഇപ്പോൾ. ഇപ്പൊ ദിലീപിന് ഇപ്പൊ കരിക്കൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു സിനിമ സാധ്യമായിട്ടൊരു തിരിച്ചുവരും അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമകളെ പറ്റിയിട്ട് ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ സിനിമകൾ നല്ല സ്ക്രിപ്റ്റ് കിട്ടി. ഇപ്പോൾ ജോണി ആൻ്റണി ഒക്കെ ആയിരുന്നല്ലോ ആളുടെ കൂടെ അതേപോലെ നല്ല ടീം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇനി പറ്റുമായിരിക്കും. ഇപ്പോൾ അധികമായിട്ടില്ലല്ലോ നമ്മുടെ 2 കൺട്രീസ് ഒന്നും ഇറങ്ങിയിട്ട്. 2015 15 അപ്പോഴും ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ ഗ്യാപ്പ് കഴിഞ്ഞപ്പോഴും ആ ആൾക്ക് പറ്റാതിരിക്കുന്നില്ല. ഇനി അങ്ങനത്തെ പടങ്ങൾ വന്നാൽ നല്ല നല്ല റൈറ്റിങ്ങുള്ള പടങ്ങൾ വന്ന് ചെയ്യുമായിരിക്കും. പേഴ്സണലി ഒരു ദിലീപ് ഫാനാണോ? അങ്ങനെ ഉണ്ടോ? പണ്ട് മുതലേ ആയിരുന്നു. ആ. ഈ ഇഷ്യൂസ് ഞാൻ പറഞ്ഞില്ലേ, സിനിമയ്ക്ക് പുറത്തുള്ള ഇഷ്യൂസിൽ എന്നെ എഫക്ട് ചെയ്യാറില്ല. അതിപ്പോ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അതിനൊരു ലീഗൽ സൈഡ് ഉണ്ട്, തീരുമാനിക്കേണ്ട കോടതിയാണ്. ഞാൻ സിനിമയ്ക്കകത്തുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോഴും നമ്മളിപ്പോ ഒരാളോട് പഞ്ചാബി ഹൗസ് ഇഷ്ടമാണോ ചോദിച്ചാൽ അല്ല എന്നുള്ള ആരെങ്കിലും പറയില്ല. അതേപോലെ തന്നെ അത്രയും ഗംഭീരമായിട്ടുള്ള നമുക്ക് ഇപ്പോഴും ഓർമ്മ നിൽക്കണം, ഓരോ ഡയലോഗ് അടക്കം നമുക്ക് ഓർമ്മ നിൽക്കണം പടങ്ങൾ തന്നിട്ടുള്ള ആളെ അങ്ങനെ മിസ് ചെയ്യാൻ പറ്റില്ല. ഇഷ്ടമാണ്. ഇപ്പം അദ്ദേഹം പിന്നെ കളം മാറ്റി ചവിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. തങ്കമണി പോലുള്ള സിനിമകൾ ചെയ്യാനുള്ള ശ്രമം ഉണ്ടായി. ഇപ്പം എന്താ പറയാ, ബാന്ദ്ര പോലുള്ള സിനിമകൾ ട്രൈ ഔട്ട് ചെയ്തു. കണ്ടിട്ടില്ല. അത് മനഃപൂർവ്വം കാണാതിരിക്കുന്നതാണോ? അല്ല, അത് ട്രെയിലർ കാണുമ്പോൾ തന്നെ റേപ്പാടം എങ്ങനെയാ പോവാന്ന്. ഓക്കെ. പിന്നെ അതുകൊണ്ട് പിന്നെ അത് കാണാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കണ്ടില്ല. ഇപ്പൊ ഞാൻ എല്ലാ സിനിമകളും അങ്ങനെ വലിച്ചു വരി കാണാറൊന്നുമില്ല. സെലക്റ്റീവ് ആണ്. എനിക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള പടങ്ങൾ, എനിക്ക് പേഴ്സണലി തോന്നുന്ന പടങ്ങൾ ട്രെയിലർ കണ്ടിട്ടൊക്കെ എനിക്കൊരു ഹൈ തരുമല്ലോ. ഇപ്പൊ ഈ പടം കണ്ടാൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു വർക്കിംഗ് അവർ കഴിഞ്ഞിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഉള്ള ടൈമിലാണ് ഞാൻ ഈ പോണത്. ആ ടൈം നല്ലൊരു പടം കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. അല്ലാണ്ട് ഒരു പടം നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പോണത്. നമ്മളൊരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇത്രയും പൈസ ചിലവാക്കി ഇത്ര ടൈം സ്പെൻഡ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ ഉള്ള ഫാമിലി ടൈം അടക്കം മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി പോണത്. ആ സമയത്ത് ഒരു നല്ല പടം കിട്ടുന്നുള്ള രീതിയിലാണ് പോണത്. അത് കിട്ടാതെ വരുമ്പോൾ ഒന്ന് മാറ്റി പറയുന്നു മാത്രം. ഈ ചിരഞ്ജീവി കംബാക്കിന് ശേഷം ചെയ്തിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ പടങ്ങളും ഒന്നിനൊന്ന് എടുത്തിട്ട് റീലോഡ് മീഡിയയിൽ റോസ്റ്റ് ചെയ്തു. എനിക്കൊന്ന് സൈറ നരസിംഹ റെഡ്ഡി ഒഴിച്ച് ബാക്കിയെല്ലാം എടുത്ത് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ കത്തീന കൊടുവാളെന്നും പിന്നെ മറ്റേ ലൂസിഫറിൻ്റെ ഗോഡ് ഫാദറിൻ്റെ വലിയതെന്താന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്തൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചിരഞ്ജീവി അദ്ദേഹത്തിൻ്റെ പ്രതിഫലം കുറയ്ക്കുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോപ്പ് ഉണ്ടായിട്ടൊന്നും. ചിരഞ്ജീവിക്ക് ശരിക്കും എന്താ പറ്റുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്? ആള് ഈ പറഞ്ഞ പോലെ മാസാണ് ചെയ്യണം ഉദ്ദേശിച്ചിട്ട് വേറെ രീതിയിലായി പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ആളുടെ ഇന്റൻഷൻ നല്ലതായിരിക്കും, മാസ് പടം ചെയ്യണമെന്നായിരിക്കും. പക്ഷെ ആൾക്ക് കിട്ടുന്ന ഡയറക്ടേഴ്സും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇൻഫ്ലുവൻസ് മൂപ്പര് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഡയറക്ടേഴ്സ് നല്ലതായിരിക്കും, പക്ഷെ ആളുടെ കയ്യിൽ നിന്ന് ഇട്ടിട്ട് കുറെ പറയുമല്ലോ, പഴയ ആൾക്കാരല്ലേ, അപ്പൊ ഇങ്ങനെ വേണം അങ്ങനെ വേണമെന്ന് മാറ്റി പറഞ്ഞിട്ട് പടം പോണതായിരിക്കും. മിക്കതും പിന്നെ റീമേക്ക് പടങ്ങളാണല്ലോ എടുക്കുന്നത്. ഗോഡ് ഫാദറിന്റെ ലൂസിഫറിന്റെ റീമേക്കും വേതാളത്തിന്റെ റീമേക്കും കത്തിയുടെ റീമേക്കൊക്കെ മൂപ്പരെ കൊണ്ട് താങ്ങൂല. ഇപ്പൊ രാംചരൺ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. മോൻ പിന്നെ ഈ ലെവലിലുള്ള സാധനം ചെയ്യുമ്പോൾ അച്ഛൻ പിന്നെ അതേപോലത്തെ ചെയ്ത പിന്നെ വലിയ കാര്യമില്ല. അവർ രണ്ടുപേരും കൂടി ഒരു പടം ഉണ്ടായിരുന്നു, ആചാര്യ, വരുന്നുണ്ട്. അച്ഛനും മോനും കൂടി. ഈ ഒരു സിനിമ ഫാൻ എന്നുള്ള രീതിയിൽ, കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഒക്കെ ആരാധകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും അധികം മിസ് ഔട്ട് ആവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും അതിൻ്റെ ഒരു കാര്യം എന്നുള്ളത് ഇതിനെ അനിശ്ചിതത്തിൽ വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് എന്താ പറ്റുക? നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ. അപ്പോൾ വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ വിജയ് സിനിമകൾ എത്രമാത്രം മിസ് ചെയ്യും? അത് നന്നായിട്ട് മിസ് ചെയ്യും. ഈ പ്രത്യേകിച്ച് ഞാനൊരു സത്യം പറഞ്ഞ ഒരു വിജയ് ഹേറ്ററായിരുന്നു. ഓക്കെ, ഒരു പക്ക സൂര്യ ഫാനായിരുന്നു. അതങ്ങനെ ആയിരിക്കുമല്ലോ. അല്ല, സൂര്യ ഫാനായിരുന്നു, വിജയ് ഹേറ്ററായിരുന്നു. ഈവൻ നമ്മുടെ കത്തി അടക്കം ഇറങ്ങിയ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങൾ 2-3 പേരായിട്ടാണ് പോവുക. അപ്പോൾ വിജയ് ഫാനെ ഞങ്ങൾ ഊക്കിയിട്ട് ആ പടം ഞങ്ങൾ മര്യാദയ്ക്ക് കണ്ടിട്ടില്ല. തിയേറ്ററിൽ ഊക്കിയിട്ട് നല്ല പടമായിരുന്നു, ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ടിട്ട് മിസ് ചെയ്തു. കാരണം ഇവനെ ഓരോ സീൻ വരുമ്പോൾ വെറുതെ ആക്കിയിട്ട് പിന്നെ അതേപോലെ കുറേ പടങ്ങൾ ഇങ്ങനെ മിസ്സാക്കിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആൾ ചെയ്തു വരുന്ന പടങ്ങൾ, ആ തുപ്പാക്കി മുതൽ പിന്നെ അങ്ങോട്ട് ഒരു പ്ലസ് വിളിച്ചു പിന്നെ അങ്ങോട്ട് ഇഷ്ടമായി. അപ്പോഴും ഇപ്പോൾ ഹെയ്റ്ററൊന്നുമല്ല, പക്ഷെ ഈ റീസെൻ്റ്ലി ഇറങ്ങിയ ആളുടെ പടങ്ങളൊക്കെ തിയേറ്ററിൽ ഈ ഫാൻ ഷോ കാണാൻ പോകുമ്പോൾ ആ വരുന്ന ക്രൗഡും, ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കും ജസ്റ്റ് ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ ഗ്യാപ്പുള്ളൂ, അതിനടക്കം അവിടെ നിന്നുള്ള ആൾക്കാർ വരുമ്പോൾ അത്രയും മാസ് പുള്ളി ചെയ്യാൻ പറ്റുന്ന ഒരാൾ മിസ്സായ അത് വലിയൊരു അടിയായിരിക്കും സൗത്ത് ഇന്ത്യ മൊത്തം. ഇപ്പോൾ ബാക്കിയുള്ള പടങ്ങൾ വരുന്ന പോലെയല്ല, അവരൊക്കെ ഡയറക്ടേഴ്സിന് പ്രതീക്ഷിച്ച് വരുന്നതാണ്. ഇപ്പോൾ ഈവൻ രജനീകാന്ത് പടത്തിന് പോലും ഫാൻ ഷോയ്ക്കൊന്നും ആളില്ല, ഫുള്ളായിട്ട് കാലിയായി കിടക്കുന്നു. പക്ഷെ ഒരു വിജയ് പടം വരുന്നു പറഞ്ഞാൽ എല്ലാ ഷോയും എല്ലായിടത്തും ഫുള്ളാവുന്ന ഒരു ഹൈപ്പ് ഉണ്ട്. അതിനി ഇല്ലല്ലോ എന്ന് പറയുന്നത് ഒരു വലിയ മിസ് തന്നെയാണ്. ഇപ്പം എച്ച് വിനോദ് എന്നുള്ള ഡയറക്ടറിലും റൈറ്ററിലും ആദ്യത്തെ 2 പടങ്ങളിൽ ഇപ്പം മറ്റേ സതുരംഗവേട്ടയിലും അതുപോലെ അതിനുശേഷം ഇറങ്ങിയ ധീരനിലും നമുക്ക് ആ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ടുള്ള സിനിമയിൽ കുറച്ച് ഓവർഫീഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റുകളൊക്കെ തോന്നുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അജിത്തുമായി ഒരുമിച്ച് 2 സിനിമകളിലും. അപ്പോൾ അദ്ദേഹം അവസാനത്തെ സിനിമ ജനനായകൻ ചെയ്യാൻ വരുന്നു എന്ന് പറയുന്നു. മൊത്തത്തിലൊരു പൊളിറ്റിക്കൽ സ്വഭാവം വരുന്നു. ജനനായകനെ പറ്റിയിട്ട് ഒരു സിനിമ ആരാധകൻ എന്നുള്ള രീതിയിൽ പ്രതീക്ഷ. ജനനായകനെ പറ്റി എച്ച് വിനോദ് എന്നുള്ളതൊക്കെ
കുഴപ്പമില്ല. എന്തെങ്കിലും ചെറിയ പടമാണെങ്കിൽ വിജയ് പടമാണല്ലോ, അവസരത്തിൽ വിജയ് പടം എൻജോയ് ചെയ്ത് കാണാമെന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയില്ലേ, അതിൽ പോയല്ല. ഇത്രയും ഇത് ഇന്ത്യാന ജോൺസോ അത്രയും അതിലെല്ലാം പോയി. ആ ഒരൊറ്റ പോസ്റ്ററിലൂടെ ആ പടത്തിൻ്റെ ഹൈപ്പേ പോയി. ഇപ്പോൾ ഒരു 0 ഹൈപ്പാണ്.